അവസാനത്തെ ഒരു സെക്ഷനായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്ത് 3 സെക്ഷനായിട്ടാണ് 17 തൊട്ട് 22 വരെയുള്ള ഡിവൈഡ് ചെയ്തേക്കുന്നത്. 16-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ. റെവലേഷൻ 17:1 തൊട്ട് 19:10 വരെ. അവിടെ വിഷൻ ഓഫ് എ സിറ്റി ഡെപ്പിക്റ്റഡ് ആസ് എ വുമൺ. 2 വെളിപാട് 19:11 മുതൽ 21:8 വരെ. 4 വിഷൻസാണ് അവിടെ നമ്മൾ കാണുന്നത്. എങ്ങനെ ദൈവം ശത്രുക്കളെ ഇല്ലാതാക്കുന്നു, മൃതരെ വിധിക്കുന്നു, പുതിയ സൃഷ്ടി, ന്യൂ ജെറുസലം. പിന്നെ വെളിപാട് 21:9 മുതൽ 22:9 വരെ വിഷൻ ഓഫ് അനദർ സിറ്റി, ന്യൂ ജെറുസലം. വെളിപാട് 17 1-2 വായിക്കാം. 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരിക, സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന വേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവളോട് കൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ബാബിലോണിനെ വേശ്യ എന്ന് പറയുന്നത്? ആണ് ആദ്യത്തെ ചോദ്യം. ബാബിലോൺ എന്ന് കാണുമ്പോൾ ഇസ്രായേൽ പ്രവാചകർ ബാബിലോണിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. ഏശയ്യ 23:15 മുതൽ 17 വരെയും എസെക്കിയേൽ 27:2 മുതൽ 4 വരെയും. അതായത് മറ്റ് രാജ്യങ്ങളെ ഉണ്ടല്ലോ വശീകരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? കറപ്ഷൻ. രാജാവിന്റെ ജീവിതകാലം ആഴ്ചത്തേക്ക് ടയർ വിസ്മരിക്കപ്പെടും. ആ 70 വർഷം പൂർത്തിയാകുമ്പോൾ വേശ്യയുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ടയറിന് സംഭവിക്കും. വിസ്മൃതിയായ സ്വൈരിണി വീണമീട്ടി നഗരത്തിന് പ്രദക്ഷിണം വയ്ക്കുക, മധുര സംഗീതം പൊഴിക്കുക, ഗാനങ്ങൾ ആലപിക്കുക, നിന്നെ അവർ ഓർക്കട്ടെ. 70 വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ്. എസെക്കിയേൽ 27:2 മുതൽ 4 വരെ. മനുഷ്യപുത്ര, ടയറിനെ കുറിച്ച് വിലാപഗാനം ആലപിക്കുക. സമുദ്രമുഖത്ത് സ്ഥിതി ചെയ്യുന്ന അനേകം ദ്വീപുകളിലെ ജനങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്നു ടയറിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, അവികല സൗന്ദര്യത്തിടമ്പ് എന്ന് നീ അഹങ്കരിച്ചു. ടയറും നിനിവയും ഒക്കെ വളരെ വെൽത്തി ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എങ്ങനെയാണ്? ട്രേഡിലൂടെ. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ അവരുടെ ബിസിനസ്സിൽ പങ്കാളികളാക്കുക. അവരെങ്ങനെയെങ്കിലും അവരും കറപ്റ്റാവും. ഇതിൻ്റെ ചുരുക്കത്തിലുള്ളൂ. സ്വയവും പാപം ചെയ്യും, മറ്റുള്ളവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇതാണ് ബാബിലോൺ. ഇതിൽ രണ്ടാമത്തതാണ്. ഇനി നമ്മൾ ആലോചിക്കണം ഇരുന്നിട്ട്, ഞാൻ ജീവിതത്തിൽ ഏതെങ്കിലും നിമിഷം മറ്റുള്ളവർക്ക് പാപത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കുകയും പ്ലസ് ഒരു കാരണവശാലും ഒരു കാര്യത്തിലും ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കരുത്. അത് നമ്മളും ഇതിൻ്റെ ഒക്കെ ഈ ബാബിലോണിൻ്റെ സ്വഭാവ രീതികളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഈ ബാബിലോൺ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇത് അവിടെ എങ്ങും ഉള്ളതല്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ വായനയിലൂടെ മുഴുവൻ മനസ്സിലാക്കാൻ നോക്കുന്നത്, ബാബിലോൺ. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. ഏതിലാണ്? അല്ല, 12. അത് ദൈവജനത്തെയും വിശ്വസ്തരായ ദൈവജനത്തെയും വിശ്വസ്തരായ പഴയ നിയമ പുതിയ വിശ്വസ്തരെയും സഭയെയും പ്ലസ് മാതാവിനെയും. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാണിച്ചു തരുന്നത് ഇവിടെ. ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഇതിനകത്തുള്ള ആൾക്കാരെല്ലാം ഈ അവിശ്വസ്തതയാണ്. അവിശ്വസ്തതയുടെ ഒപ്പം തന്നെ മറ്റുള്ളവരെയും അവിശ്വസ്തതയിലേക്ക്. ഇവിടെ പ്രത്യേകമായിട്ട് ഇത് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സോഷ്യോ എക്കണോമിക് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്.
രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ ബാബിലോൺ ആവരുത്, നമുക്ക് ചുറ്റും ബാബിലോൺ ഇല്ലാതിരിക്കില്ല. ആ ബാബിലോണിനെ നമ്മൾ എങ്ങനെ നേരിടണം, ഇത് രണ്ടുമാണ് ഇവിടുത്തെ വിഷയം. ഇനി 4 തൊട്ട് 6 വരെ വായിക്കാം. ആദ്യം മൂന്നാം വചനം വായിച്ചോ? 3-ാം വചനം വായിച്ചോ ആദ്യം. ആ ദൂതൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും 7 തലയും 10 കൊമ്പും കടും ചുമപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിന്റെ മേലിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. അപ്പൊ ഇതിന് മറ്റു മൃഗത്തായിട്ടൊരു കണക്ഷൻ ഉണ്ട്. പിശാച്, അതുപോലെ ഫോൾസ് പ്രോഫറ്റ്, ഫോൾസ് കിങ്, അതിനോട് കണക്റ്റഡ് ആണത്. അതായത് ഈ സോഷ്യോ എക്കണോമിക് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ, അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വളരെയധികം ആത്മീയ ജീവിതത്തിലാണ് വളരണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറേ ബൗണ്ടറീസ് ഉണ്ട്. അതാണ് ഇവിടെ കൃത്യമായിട്ട് വരച്ച് കാണിക്കുക. 4-ാമത്തെ വായിച്ചോ. 4 മുതൽ 6 വരെയുള്ളത് ഈ പറയുന്ന ആളുടെ സ്വഭാവങ്ങളാണ്, ഐഡന്റിറ്റിയാണ് റിവീൽ ചെയ്ത് തരുന്നത്. ഞാൻ അത് വെച്ചിട്ട് അത് വായിക്കണം. ആ സ്ത്രീ ധൂമ്രവും കടും ചുമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. ഇതേപോലെ ഒരാള് വസ്ത്രം ധരിച്ചില്ലേ ലൂക്കായുടെ സുവിശേഷത്തില്? ധനവാൻ. ഇനി അത് മനസ്സിൽ വെക്കുക, ഇതെല്ലാം കണക്റ്റഡ് ആണ്. അത് കഴിഞ്ഞ് സ്വർണവും വിലപിടിച്ച രക്തങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയായിരുന്നു. അപ്പൊ വസ്ത്രം കഴിഞ്ഞു, പിന്നെ ആളെ എങ്ങനെയാണ് അലങ്കൃതയായിട്ടുള്ളത്? വേശ്യാവൃത്തിയുടെ അശുദ്ധികളും ലൈംഗികതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം ഒരു ചഷകം കയ്യിലുണ്ടായിരുന്നു. അവരുടെ നെറ്റിത്തട, അതായത് ആ ആള് ചെയ്യുന്ന എല്ലാ തിന്മയാണ് അതിനകത്തുള്ളത്. ഇവിടെ ഇത് ഈ വേശ്യ എന്ന് പറയുമ്പോൾ ഇവിടെ സെക്ഷുവാലിറ്റി ആയിട്ട് ഇവിടെ ഒന്നുമില്ല. ഇത് സെക്ഷുവാലിറ്റി വിഷയമല്ല. ഇത് മുഴുവൻ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിന്റെ ഇതിലാണ്. എങ്ങനെയാണ് ആ തലത്തിൽ അവിശ്വസ്തരാകണത് എന്നുള്ളതാണ് ഇവിടെ മുഴുവൻ വരുന്നത്. ഓക്കെ, കണ്ടിന്യൂ. അവരുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢ നാമം എഴുതപ്പെട്ടിരുന്നു, മഹാബാബിലോൺ, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തം കുടിമത്തിയായി. അപ്പോൾ അതായത് ഈ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു ഭാഗമാണ് അവർക്കുടെ വഴിയെ തടസ്സമായവരെ തട്ടിക്കളയാണ്, അവരുടെ ബിസിനസ്സിനെ. അപ്പൊ ഇവിടെ എന്താ, ദൈവമാർഗത്തിലൂടെ ചരിക്കുന്നവരെ തട്ടിക്കളയുന്നവരായിരുന്നു ഏത് ബാബിലോണിന്റെ രീതി. അതാണ്. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് അവിടെ കണ്ടത്. 1 വസ്ത്രം, 2 ആഭരണം, പിന്നെ ചഷകം, 4 ഇത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ആരായിട്ടാണ് ഏത് കാര്യത്തിന് ഇടപെടുമ്പോൾ, അത് പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, ആത്മീയ ജീവിതം നയിക്കുന്ന സമയത്ത് ചില ആൾക്കാരായിട്ട് നമുക്ക് കണക്ഷൻസ് വരും. അത് അറിഞ്ഞില്ലെങ്കിൽ അവർ നമ്മുടെ പേരിൽ മുതലെടുക്കും. നമ്മൾ അറിയില്ല, പിന്നെയാണ് അറിയുള്ളൂ. അതൊക്കെയാണ് അതീവ ജാഗ്രത. കാരണം അവർക്കറിയാം നമ്മുടെ ഒരു വലയം ഉണ്ടെങ്കിൽ അവരുടെ ബിസിനസ് എങ്ങനെയാണ് വളരാന്ന്. കാരണം നമ്മുടെ ഒരു പേരിൽ വേണമെങ്കിൽ കുറേ പേരെ പറ്റിക്കാം. കാരണം ഈ ആളുടെ കൂടെയാണ് നിൽക്കണേ എന്ന് പറയുമ്പോൾ, അതിനാൽ തന്നെ ആ വിശ്വാസ്യതയാണ് ഇവർ മുതലെടുത്ത് മറ്റുള്ളവരെ വശീകരിക്കുന്നത്. അവർ പറയുമ്പോൾ ആളെ വിശ്വസിക്കാൻ കൊള്ള ആളുടെ കൂടെ കണ്ടിരുന്നുവല്ലോ. സാധാരണക്കാർക്ക് ഡിസേൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കൂടെയാണ് വന്നതെന്ന് നോക്കുള്ളൂ. അല്ലാണ്ട് ഈ വന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ടൊന്നും അവർ നോക്കില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നാശം വരാൻ പോകുന്നത് വലിയൊരു ഗ്രൂപ്പിനായിരിക്കും. അതിനാണ് നമ്മൾ ഈ ഒരു വചനം വളരെ കൃത്യമായിട്ട് പാലിക്കണം എന്ന് പറയാറ്. 2 കൊരിന്ത്യർ 6:14-17 വരെയുള്ള വചനം. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടിച്ചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ചിലപ്പോൾ നമുക്ക് വളരെ സൗകര്യവും സ്വീകാര്യവുമായിരിക്കാം, പക്ഷെ ദൈവ ജനത്തെ പ്രതിയും ദൈവിക മൂല്യങ്ങളെക്കുറിച്ചും അതിനൊരു പിന്തുടേണ്ടി വരും. കാരണം അവർ ഉണ്ടാക്കുന്ന സാധനം എടുക്കപ്പെടുമെന്ന് ജെറമിയ പറഞ്ഞിട്ടുണ്ട്. ജെറമിയ 17:11. അവരുണ്ടാക്കുന്ന സാധനങ്ങൾ എങ്ങനെ പോകുന്നു. അപ്പം അതിൻ്റെ ടാഗ് കൂടി ആത്മീയ ജീവിതം നയിക്കാൻ നമ്മളെ പറ്റും. അതാണ് ജെറമിയ 17:11 വായിച്ചോ.
താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കും. ജീവിത മധ്യത്തിൽ അത് അവനെ പിരിയും, അവൻ വെട്ടിയാവുകയും ചെയ്യും. അപ്പം നമ്മൾ അവരുടെ കൂടെയാണ് യാത്ര ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് ഭക്ഷിച്ചത്, അല്ലെങ്കിൽ അവരാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തന്നു കഴിഞ്ഞാൽ നമ്മുടെ പേര് പോവും. അതൊരു കാര്യം. അതിനേക്കാൾ കൂടുതൽ ആ വിശ്വാസ്യതയുടെ പേരിൽ വേറെ പലരും വഞ്ചിക്കപ്പെടും. അതിലാണ് വളരെ ശ്രദ്ധ വേണം എന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 6:17 ഒന്ന് വായിച്ചു നോക്കിയാൽ, അവരെ വേർപിരിയുകയും ചെയ്യുവിനെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും വരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. റോമ 11:16 വേര് വിശുദ്ധമെങ്കിൽ. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ സ്രോതസ് എന്താണ്? നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ സമ്പത്തിൻ്റെ സ്രോതസ് നമ്മൾ അറിയണം. അവർ സമ്പത്തുണ്ട്, നമുക്ക് ദാനധർമ്മം ചെയ്യുന്നുണ്ട്. അവർ ദാനധർമ്മം ചെയ്തിട്ട് അവർക്ക് അതിൽ എന്തെങ്കിലും കിട്ടുക, അത് വേറൊരു കാര്യം. പക്ഷെ അവരോടായിട്ടുള്ള ഒരു തരം കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഈ പറയുന്നവർ മൂല്യങ്ങൾ മറന്നുപോകും. ഇവരുടേതായ മൂല്യങ്ങൾ പോലും അവർക്ക് വേണ്ടി. എന്റെ സഹോദരരെ, മഹത്വപൂർണ്ണനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണമോതിരം ഓടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായ വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നമുക്ക് 17:6b തൊട്ട് 8 വരെ വായിക്കാം. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തിയായി ലഹരി പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് വിസ്മയിക്കുന്നു? ആ സ്ത്രീയുടെയും അവളെ വഹിക്കുന്ന 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തിന്റെയും രഹസ്യം ഞാൻ നിന്നോട് പറയാം. നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. അത് പാതാളത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകും. മനുഷ്യവർഗം 2 തരത്തിൽ കാണാൻ പറ്റും, 2 ഗ്രൂപ്പായിട്ട് കാണാൻ പറ്റും. ഒന്ന് മൃഗത്തെ ആരാധിക്കുന്നവര്, മറ്റത് നമ്മൾ നേരത്തെ പറഞ്ഞ വിശ്വസ്തര് ദൈവത്തെ ആരാധിക്കുന്നത്. 9 തൊട്ട് 11 വരെ വെച്ചു. ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം. ആ സ്ത്രീ ഉപവിഷ്ടയായിരിക്കുന്ന 7 മലകളാണ്. അവ 7 രാജാക്കന്മാരുമാണ്. 5 പേർ വീണുപോയി, ഒരാൾ ഇപ്പോഴുണ്ട്, മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല. അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്ക് ഇവിടെ വസിക്കുകയുള്ളൂ. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം 8ാമത്തേതും 7 പെട്ടതുമാണ്, നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പുകൾ 10 രാജാക്കന്മാരാണ്. അവർ ഇനിയും രാജ്യത്വം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ 1 മണിക്കൂർ നേരത്തേക്ക് മൃഗത്തോടൊത്ത് രാജാക്കന്മാരുടെ അധികാരം സ്വീകരിക്കേണ്ടവരാണ്. അവർക്ക് ഒരേ മനസ്സാണുള്ളത്. അവന്റെ ശക്തിയും അധികാരവും അവർ മൃഗത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാട്. ഇത് മുഴുവൻ പറയുന്നത് ആ ആള് രാജാക്കന്മാരോടും അവരോടൊക്കെ ആയിട്ടുള്ള കണക്ഷനെ കുറിച്ചാണ്. നമുക്ക് നേരെ ഇനി 15-ാം വചനത്തിലേക്ക് പോവാം. 15 മുതലുള്ള വചനത്തിൽ. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, ഇരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഒത്തിരി മനുഷ്യരെ ഈ പറയുന്ന വ്യക്തി സ്വാധീനിച്ചു എന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ടത് വായിക്കേ. ഈ കാണുന്ന 10 കൊമ്പുകളും മൃഗവും ആ വേശ്യയെ വെറുക്കും. അതിനു മുമ്പ് നമ്മൾ ജെറമ്യ 51:13 വായിക്കാം. സമൃദ്ധമായ ജലാശയത്തിനരികെ വസിക്കുന്ന അളവറ്റ ധനത്തിനുടമയായ നിന്റെ അന്ത്യം ആസന്നമായി. ഇതാ നിന്റെ ജീവധാര അറ്റിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ്. അത് ബാബിലോണിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇനി ഒരു ചോദ്യം ഉള്ളത്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തിയെ വെറുത്തത്? വെറുപ്പ് ഒന്നല്ല ഇപ്പൊ പറഞ്ഞത്. അതിന് പല കാരണങ്ങളുണ്ടാവാം. അതായത് ഈ വരുന്നവർക്ക് ഈ പറയുന്ന വ്യക്തിയുടെ ഒരു പ്രത്യേക പരിവേഷത്തിനോട് താല്പര്യം ഉണ്ടാവില്ല. അതായത് ഈ പറഞ്ഞ ഹൈ ലക്ഷൂറിയസ് ആയിട്ടുള്ള ചില പരിവേഷത്തോട് അവർക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അവർക്കത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഈ പറയുന്ന ആളുടെ ഡീല് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. രണ്ടാമത്തത്, ഇത് വളരെ സാധ്യത 2-3 സാധ്യതകളാണ്. ഈ പറയുന്ന വ്യക്തിയുടെ കയ്യിലുള്ള ധനം, സ്വാധീനം, അതുപോലെ പവർ, അതിൽ ഇവർക്ക് അസൂയ ഉണ്ടാകാം. ഇവർ ഈ പറയുന്നവർ വിശുദ്ധന്മാരല്ലല്ലോ. അപ്പൊ ഇവർക്ക് എന്തുണ്ടാവുക? ഈ പറയുന്ന ആളോടാണ് അവര് ബിസിനസ് ചെയ്യുന്നതും അവരും പൈസ ഉണ്ടാക്കുന്നതും ഈ പറയുന്ന ആള് പൈസ ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ പറയുന്ന ആൾക്കാണ് കൂടുതൽ പൈസ ഉള്ളത്.
അപ്പം അതിൽ ഇങ്ങനെയാണ് സാധാരണ അന്ത്യമുണ്ടാകുന്നത്. അപ്പോൾ ഈ അസൂയ ഇവരിൽ കടന്നുണ്ടാവും. ഇത് സെക്കൻഡ് ചാൻസ് ആണ്. മൂന്നാമത്തെ അതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് ഡയബോളിക്കൽ ഹോസ്റ്റിലിറ്റി എന്ന് പറയും. അപ്പോൾ ഈ ഡയബോളിക് ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇവരൊന്നും തുടങ്ങിയത്, ഇവർ കണക്ട് ചെയ്തിട്ടുള്ളതൊക്കെ തിന്മയുടെ സ്രോതസ്സിലാണ്. അപ്പം അതാദ്യം അവർക്ക് എന്ത് കൊടുക്കും? അതായത് ഇവർക്ക് ആദ്യം ധനം കൊടുത്ത് ഇവരെ ആകർഷിച്ച് വലയത്തിൽ കൊണ്ടുവന്ന് അത് തന്നെയാണ് അവരെ കുടുക്കിലാക്കുക. അത് ഈ ഇങ്ങനെ പോകുന്ന എല്ലാവരും തന്നെ അവസാനം അവർ അലഞ്ഞ് നടക്കുന്നതായിട്ട് കാണാം. അലഞ്ഞ് നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് പിന്നെ ചെയ്യുന്നതിന് ഒന്നും ഉന്നതി കിട്ടുന്നില്ല. അപ്പം നമ്മുടെ അടുത്ത് പല ആൾക്കാർ ഇന്നത്തെ കാലത്ത് പറയും ബിസിനസ് മുഴുവൻ തകർന്നു. അപ്പോൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഒരു 3 കാര്യങ്ങളും കൂടി കിടക്കുന്നുണ്ട്. ഒന്ന്, ഇവർ തന്നെ ഒരു പ്രത്യേക ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നടന്നിട്ടുണ്ടാവും. രണ്ടാമത്തത് ഒത്തിരി പൈസയും പവറും. അപ്പോൾ ഇതൊന്നും കാണും വേറെ അപ്പുറത്ത് നിൽക്കുന്നവനും സൂഹിക്കില്ല. സാധാരണ ജീവിക്കുന്നവനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്നവന് മത്സരബുദ്ധി ഉണ്ടാവും അപ്പുറത്തുള്ളവൻ. അപ്പം അവൻ പോയി എന്തിന് കൊടുക്കും? ഈ ആളെ നശിപ്പിക്കാനും. അതുപോലെ തന്നെ ഈ ആൾ ചിലപ്പോൾ പണ്ട് ഇങ്ങനെയായിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമ്മൾ ഒത്തിരി മനുഷ്യർ കംപ്ലീറ്റ് തകർന്ന് തരിപ്പണായവരെയാണ് കാണുന്നത്. റൂട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഇപ്പം നമ്മളോട് പറയുന്ന ഇപ്പം അവർ പോയ ധ്യാന കേന്ദ്രങ്ങളും നടത്തിയ കുമ്പസാരവും കൗൺസിലിങ്ങാണ് പറയുന്നുണ്ടാവുള്ളൂ. അവർ ചെയ്ത അക്രമങ്ങൾ ഒരു സമയമെടുക്കും ചിലത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്. ഓക്കെ, ഇതാണ് 3 കാരണങ്ങൾ. ഇനി അതിനെ തുടർന്ന് വായിക്കും. 16 അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ലീവ് ഹെർ ഡെസൊലേറ്റ് ആൻഡ് നേക്കഡ് എന്ന് എഴുതിയിട്ടില്ലേ? നഗ്നിയായിട്ട് വിടും. എന്നിട്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിലുള്ള എല്ലാ ധനവും ഇവര് കൈക്കലാക്കും. ഇവരെ പ്ലണ്ടർ ചെയ്ത് പിന്നെ തീ കാണുന്നില്ലേ? അതായത് ഇത് എപ്പോഴും ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് തീ വരാറ്. അങ്ങനെ ജഡ്ജ് ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ അടുത്ത അധ്യായം എടുക്കാം. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. അവന്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, ആ ബാബിലോൺ വീണു. അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ബീഭത്സവുമായ സകല പക്ഷികളുടെയും താവളവുമായി. ഇത് യഹൂദ സംസ്കാരത്തിലുള്ളതാണ്. അതായത് അൺക്ലീൻ ബേർഡ്സ് ആൻഡ് ബീസ് മെൻഷൻ ഇൻ ഐസിയ സിംബോളൈസ് ഡീമൺസ്. അത് ഏതൊക്കെയാണ്? ഇനി കുറച്ച് അങ്ങനത്തെ വചനം നോക്കാം. ഏശയ 13:21, 34:11, 34:14. ആദ്യം ഏശയ 13. ഇത് ജൂവിഷ് ട്രഡീഷനിൽ നിന്ന് എടുക്കുന്നതാണ്. അവർ പറയുന്നതാണ് എന്ത്? അൺക്ലീൻ ബേർഡ്സ് ആൻഡ് ബീസ്. അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായി തീരും. വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും. ഒട്ടക പക്ഷികൾ അവിടെ വസിക്കും. കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും. പിന്നെ 34:11. കഴുകനും മുള്ളൻ പന്നിയും വശമാക്കും. മൂന്നയും മലങ്കാക്കയും അവിടെ വസിക്കും. അവിടുന്ന് സംഭ്രാന്തിയുടെ ചരടുകൊണ്ട് അതിനെ അളക്കും. ശൂന്യതയുടെ തൂക്കുകെട്ട അതിന്റെ 34:14. കാട്ടുപൂച്ചയും കഴുതപ്പുലിയും ഏറ്റുമുട്ടും. കാട്ടാടുകൾ പരസ്പരം പോരിന് വിളിക്കും. രാത്രിയിൽ ദുർമന്ത്രവാദിനെ അവിടെ ഇറങ്ങി വിശ്രമ സങ്കേതം കണ്ടെത്തും. അവിടെ മൂങ്ങ കൂടുകെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ചിറകൻ കീഴിൽ അവയെ പോറ്റും. അതുപോലെ ഈ ധനത്തിനും ഇതിനൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഇങ്ങനത്തെ ടോർമെന്റ്സ് അവർക്ക് ഉണ്ടാവുമെന്ന് പറയുന്നത്. ടോർമെന്റ്സ് എന്ന് പറഞ്ഞാൽ പീഡകൾ. അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഇങ്ങനെ കിട്ടുന്ന നരകിച്ച് ഇങ്ങനെ ഒരു എല്ലാവരാലും ഇത് പറയില്ലേ? റെവലേഷൻ 18:3. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞു പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. ഇതും സെക്ഷുവൽ കാര്യങ്ങളല്ല. ഇവിടെ ഇനോർഡിനേറ്റ് ഡിസയർ ഫോർ മെറ്റീരിയൽ ഗുഡ്സ്. കൊളോസസ് 3:5.
അതായത് ധനം അവർക്ക് വിഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതല്ല, അസന്മാർഗീയത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കും. അപ്പം ഇവർക്ക് ഇതിനോട് ഭയങ്കര ഒരു ഡിസയറാണ്. പണം ഉണ്ടാക്കണം എന്ന് മാത്രമാണ് ഇവരുടെ ഏക ലക്ഷ്യം. അതുപോലെ തന്നെ ഇവർക്ക് ഉള്ള പണം ഇവർ അർഹിക്കപ്പെടുന്ന ആർക്കും കൊടുക്കില്ല. ഇതാണ് ഈ പറയുന്ന വേശ്യാവൃത്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി തുടർന്ന് വായിച്ചോ 4ഉം 5ഉം. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു. ഇതാണ് നമുക്ക് ഇനിയുള്ളതാണ് നമുക്കുള്ള മെസ്സേജ് അവിടെ. ഇങ്ങനെ എന്റെ ജനമേ അവളിൽ നിന്ന് ഓടി അകലുവിൻ. അവളിൽ നിന്ന് ഓടിയാൽ എന്തിൽ നിന്ന്? നമ്മൾ നേരത്തെ തുടങ്ങിയാണ് ബാബിലോൺ. അപ്പോൾ കീപ് സ്പിരിച്വൽ ഡിസ്റ്റൻസ്, കീപ് ഓൾവേസ് സ്പിരിച്വൽ ഡിസ്റ്റൻസ്. ഏഷ്യ 52:11. കർത്താവ് വീണ്ടെടുത്തവർ സിയോനിലേക്ക് ഗാനാലാപത്തോടെ തിരിച്ചു വരും. നിത്യമായ ആനന്ദം അവർ ശിരസിൽ ചൂടും. സന്തോഷവും ആഹ്ലാദവും അവരിൽ നിറയും. ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും. റോമ 12:2. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിന്റെ അനുരൂപരാകരുത്. നിങ്ങളുടെ മനസ്സിന് നവീകരണം വഴി രൂപാന്തരപ്പെടുകയും ദൈവത്തിന് എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എഫേഷ്യൻസ് 5:3-5. നിങ്ങളുടെ വിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത്. പിന്നെ യാക്കോബ് 4:4. വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി, ദൈവത്തോടുള്ള ശത്രുതയാണ് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവർ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. റോമ 8:7 നോക്കിയാൽ പിടിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. ആ നിയമത്തിന് കീഴ്പ്പെടാൻ അവർക്ക് സാധിക്കുകയുമില്ല. 1 യോഹന്നാൻ 2:15-16. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്വരം ഉണ്ടായിരിക്കും. എന്നാൽ ജഡത്തിന്റെ ദുരാശ. അതുകൊണ്ടാണ് ഇതിൽ നിന്നെല്ലാം കൃത്യമായിട്ട് ഡിസ്റ്റൻസ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുമാറണം. അത് ഏതൊക്കെയാണ്? അതായത് സെക്യുലർ വേൾഡ് വ്യൂ, മെറ്റീരിയലിസ്റ്റിക് വാല്യൂസ്, അതായത് തനി ലോക മൂല്യങ്ങൾ, ലോകശൈലികൾ, ഇതൊക്കെ നമ്മളിലേക്ക് വി ആർ കോൾഡ് ടു evangelize the world, but we go to the world and come back secularized. അലൗകിക വീക്ഷണങ്ങളുണ്ട് ഓരോ കാര്യത്തെക്കുറിച്ച്. അത് നല്ലതായിട്ട് തന്നെയാണ് ചിലപ്പോൾ പ്രസന്റ് ചെയ്യുക. പക്ഷേ നമുക്ക് ചിലപ്പോൾ ചെയ്യാനുള്ള സൽപ്രവൃത്തികളായിരിക്കും അത് എടുത്തു കളയുക. നമ്മൾ ചെയ്യുന്ന പണി അതിനാൽ തന്നെ മോശമൊന്നും ഉണ്ടാവില്ല, പക്ഷേ വേറെ ആർക്കെങ്കിലും ചെയ്യാവുന്ന കാര്യം ഉണ്ടാവുകയുള്ളൂ. അത് ചെയ്ത് അതിനുവേണ്ടി രാവും പകലും പണിയെടുത്ത് തല കളഞ്ഞ് നമുക്ക് തോന്നും നമ്മൾ ഉണ്ടാക്കുന്നത് എന്തോ ആവശ്യമുള്ളൊരു സാധനമാണെന്ന് വിചാരിച്ചിട്ട്, അല്ലാണ്ട് ആരും തിന്മയാന്ന് വിചാരിച്ച് ചെയ്യില്ല. ബാബേൽ ഗോപുരം ഉണ്ടാക്കുമ്പോൾ അവർ നല്ലൊരു ലക്ഷ്യം കണ്ടിട്ടല്ല ചെയ്തത്. അങ്ങനെയുള്ള ഒരു ബാബിലോണായി മാറിയത്. അതായത് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യും നമ്മൾ ഓരോ സാധനം, എന്നിട്ട് അതിന് ദൈവ പദ്ധതിയാണെന്നും വെറുതെ ആവശ്യമുള്ളതല്ല പലതും. കുറേ മെറ്റീരിയലിസ്റ്റിക് വാല്യൂസ് ഉണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ളത്? ഒറ്റ വചനം കൊണ്ട് ഇതിൻ്റെ സ്വഭാവം മുഴുവൻ കിട്ടും. ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിലോ ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലോ ഞാനായിരിക്കുന്ന സംവിധാനത്തിലോ ഒരൊറ്റ വചനം വെച്ച് നോക്കിയാൽ മതി. വളരെ കൃത്യമാണ്. ലൂക്ക 21:34 വെച്ച് കണക്ട് ചെയ്യണം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ടിലും പെട്ടില്ല എന്ന് വരും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ജീവിത വ്യഗ്രത ഉണ്ടോ? അപ്പം നമ്മൾ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വ്യൂവിലാണ്. അതിന് ദൈവപരിപാലനയിലൊന്നും വിശ്വാസമൊന്നുമില്ല. അവരെ കുറിച്ചാണ് ജെറമ്യ 17:5 ഒരു വചനം പറഞ്ഞത്. ശക്തൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളായിരിക്കുന്ന സംവിധാനത്തിൽ ആ സംവിധാനം ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനം, സൗകര്യവും സുഖലോലുപതയും തമ്മിൽ വളരെ അന്തരമുണ്ട്. ജീവിത വ്യഗ്രത, അതിനെക്കുറിച്ച് നമ്മൾ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നതിനെ കുറിച്ചോ ദൈവമായിട്ട് ഐക്യപ്പെടുന്നതിനെ കുറിച്ചോ ഉള്ള ആത്മഭാരമൊന്നുമില്ല. നമുക്കുള്ള എന്നിട്ട് മാനസിക ഭാരങ്ങളാണ്. ഇത് ആത്മഭാരം എന്ന് പറഞ്ഞൊരു പദമുണ്ട്, അത് അപൂർവമുള്ളൂ. അതായത് ആത്മാവിനെ കുറിച്ച് ഉള്ളൊരു ഭാരം. എൻ്റെ ആത്മാവിൻ്റെ കാര്യം എന്താവും, ഞാൻ ശുശ്രൂഷിക്കുന്നവരുടെ ആത്മാവിൻ്റെ കാര്യം എന്താവും,
അതൊക്കെ വരുന്നത് വിശ്വസ്തരുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. ഇത് വരുന്നത് എന്താണ്? നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടെന്നല്ല ഈ പറഞ്ഞത്. പക്ഷെ അത് നമ്മുടെ കൃപയിലുള്ള ജീവിതത്തെ അത് കഴിഞ്ഞിട്ട് ഇത് വരുന്നത് തന്നെ നമ്മളെ ഒന്ന് സ്പിരിറ്റ് ഓഫ് ആങ്സൈറ്റി നമ്മളെ കവറപ്പ് ചെയ്യും. അതായത് നമ്മുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞ ഒരു 3 കാര്യത്തിൽ മൂന്നാമത്തെ പറഞ്ഞുവല്ലോ, 1 പത്രോസ് 5 നിങ്ങൾ ഒന്നിനെക്കുറിച്ചും കാണ്ടാകരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് പ്രഭാഷകൻ 9:33 പ്രവൃത്തി ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റും. ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നിനും യഥാകാലം നന്മയായിട്ടില്ല. ഇനിയാണ് ഇതിൻ്റെ സീരിയസ് ഇഷ്യൂ വരുന്നത്. എന്താണത്? വെളിപാട് 18:23b-24. വധൂവരന്മാരുടെ സ്വരം ഒരിക്കലും നിന്നിൽ കേൾക്കുകയുമില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു. നിന്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളെയും നീ വഞ്ചിക്കുകയും ചെയ്തു. ഇതിലാണ് കൊട്ട് മുഴുവൻ കിടക്കുന്നത്. ഏതിലാണ്? ഈ വഞ്ചിച്ചതിൻ്റെ പേരിലാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന പാപത്തേക്കാൾ കൂടുതലാണ് അറിഞ്ഞ് വഞ്ചിക്കുന്ന പണിയുണ്ട്. അറിഞ്ഞ് മനഃപൂർവ്വം ട്രാപ്പ് ചെയ്ത് നശിപ്പിച്ച് അങ്ങനത്തെ ആൾ രക്ഷപ്പെടാൻ അത്രയൊന്നും എളുപ്പമൊന്നുമല്ല. അവർ രക്ഷപ്പെടില്ല എന്നല്ല കേട്ടോ പറഞ്ഞേ, അവരെ ദൈവം രക്ഷപ്പെടും. പക്ഷേ നോർമൽ ട്രാക്കിൽ അങ്ങനെയുള്ളവരെ ദൈവം തിരിച്ചെടുക്കുമ്പോൾ കുറേയേറെ ശുദ്ധീകരണം കൊടുത്തിട്ട് തന്നെ എടുക്കുകയുള്ളൂ. കാരണം അവർ പ്രൂവ് ചെയ്യണം. ഇത് ഇങ്ങനത്തെ കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നന്നായിട്ട് ഇതൊന്നും അനുതാപം ചെയ്യുന്നവർക്ക് ഇത് ബാധകമല്ല കേട്ടോ, നന്നായി ദൈവത്തിൻ്റെ സന്നിധിയിൽ. പക്ഷേ പലരും ഇങ്ങനത്തെ സ്ഥിതിയിൽ വരുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചു ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ്, അവരുടെ അനുതാപം രക്ഷാകരമല്ല. അവരുടെ അനുതാപം ഏതാണ്? ലൗകിക. ഇപ്പോൾ ഈ പറയുന്ന സാധനമൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് ധ്യാനകേന്ദ്രത്തിലും ഏത് കൗൺസിലറിനും ഏത് ഡെലിവറൻസ് മിനിസ്റ്ററിൻ്റെ അടുത്ത് പോകാൻ റെഡിയാണ്. എന്തിനു വേണ്ടി? പോയ സാധനം ഡബിളായി കിട്ടിയാൽ ധ്യാനകേന്ദ്രം നല്ലതാണ്, കൗൺസിലറും നല്ലതാണ്, പ്രാർത്ഥനക്കാരും നല്ലതാണ്. അല്ലാണ്ട് അവർ നശിപ്പിച്ചതിന് പരിഹാരം ചെയ്യുകയോ സക്കേവൂസ് ചെയ്ത പോലെ ഇതെല്ലാം തിരിച്ചു കൊടുക്കുകയോ ഇനി അങ്ങനത്തെ ഒരു മാർഗം എന്നേക്കും വേണ്ട, എനിക്ക് ദൈവികമായ വഴി മാത്രം മതി എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അവർ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം ചോദിക്കും, എന്നാ എൻ്റെ ബിസിനസ് ശരിയാവുകയെന്ന്. അതാണ് എന്നാണ് ഇനി ഞാൻ എന്ത് ബിസിനസ് ചെയ്യാനല്ല, ആത്മാവിൽ വളരാൻ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ആളാണെങ്കിൽ അതേതാണ്? അത് കറക്റ്റ് അനുതാപമുള്ള ആളാണ്. പക്ഷേ നമ്മളോട് സംസാരിച്ച് എല്ലാ പുണ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആത്മാക്കളെ തിരിച്ചറിയാം. അവരോട് പറയണ്ട, പക്ഷേ അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുക ഇവരുടെ അനുതാപം ആയിട്ടില്ല. അവർക്കിപ്പോഴും ഇതുതന്നെയാണ്, അവർ ദൈവത്തിൻ്റെ ചട്ടം പഠിക്കാൻ സന്നദ്ധരായിട്ടില്ല. അത്ര വിധിക്കാനല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതനുസരിച്ച് വീണ്ടും അവരോട് സമാധാനപൂർവ്വം സ്നേഹത്തോടു കൂടെ അനുതാപത്തിലേക്ക് വരാം. അല്ലാണ്ട് നീ ഇപ്പോഴും അതാന്ന് ചോദിച്ചിട്ട് 4 വഴക്ക് പറഞ്ഞ് അവൻ നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ട് അടുത്ത പിശാചിൻ്റെ അടുത്ത് പോകും. ചിലപ്പോൾ വഴി മാറിക്കും. ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്? വഞ്ചിക്കാതിരിക്കുക. പിന്നെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഒത്തിരിയേറെ നമ്മളെ തന്നെ ഗാർഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മളെ തന്നെ, നമ്മുടെ ലക്ഷ്യം എവിടെയാണ്? സ്വർഗമാണ് ലക്ഷ്യം. നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗം. വചനം ഏതാണ്? ഫിലിപ്പിയ 3:20, 2 കൊരിന്തോസ് 3:13, ഏഷ്യ 65:17. ഫിലിപ്പ് 3:20. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കണം. നമുക്ക് അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇതോടൊപ്പം തന്നെ സ്വർഗീയ സൈന്യങ്ങളും നമുക്ക് സംരക്ഷകരായിരിക്കണം. അവരെയും നമ്മൾ ഓർക്കണം. നമ്മൾ ഈ കാര്യത്തിൽ ഓർക്കണം. നമുക്ക് ഈ ബൗണ്ടറീസ് നമുക്ക് തന്നെത്താൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് നവവൃന്ദ മാലാകന്മാരുണ്ട്.
അതിനെക്കുറിച്ച് സെയിൻറ്റ് ഹിൽഡഗഡ് വളരെയധികം വിഷൻസ് ഉണ്ടായിരുന്ന ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സെയിൻ്റാണ്. ഈ ഗാർഡിങ് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് എന്താണ് ഇവർ ഗാർഡ് ചെയ്യണതെന്ന്, ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് ഈ സെയിൻറ്റിന് കിട്ടിയ വിഷൻസിൽ നിന്നാണ് ഈ കാര്യം പറയുന്നത്, നമുക്കൊരറിയാൻ വേണ്ടിയിട്ട്. സാധാരണ മാലാഖമാർ, ദേ ആർ ഗാർഡിയൻസ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. നമുക്ക് ദൈവം തരുന്ന ജ്ഞാനത്തെ ഗാർഡ് ചെയ്യുന്നത് ആർക്കേഞ്ചൽസാണ്. വെർച്യൂസ്, അവർ നമുക്ക് ഓരോരുത്തർക്കും 35 തരം ഹീലിംഗ് ശക്തികളുണ്ട്. അത് മുഴുവൻ ഗാർഡ് ചെയ്യുന്നത് വെർച്യൂസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. പവേഴ്സ്, ഇവരാണ് ഗാർഡിയൻസ് ഓഫ് എനർജി ആൻഡ് സാൽവേഷൻ. പ്രിൻസിപ്പാലിറ്റീസ്, ഗാർഡിയൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഓഫ് എർത്ത്. ഡൊമീനിയൻ, guardians of rationality and common understanding. Thrones, guardians over the heavenly secrets. Cherubim, guardians of the knowledge of God. Seraphim, guardians of the love of God.